ഖദീജ ബീവി അതാ നബി തങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, നബിയേ എല്ലാം പൊരുത്തമാണ് റസൂലേ. ഇവിടെ ആ അധ്യായം അവസാനിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ദാമ്പത്യത്തിന് ഇവിടെ തിരശീല വീഴുകയാണ്. ഖദീജ ഉമ്മ നബി തങ്ങളുടെ മടിയിലേക്ക് തലവെച്ച്, പ്രിയപ്പെട്ട ഭർത്താവായ മുത്തുനബിയുടെ മടിയിലേക്ക് തലവെച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, നബിയെ എനിക്ക് മൂന്നേ കാര്യങ്ങൾ അവസാനമായി അങ്ങയോട് പറയാനുണ്ട്, ഒന്ന് പൂർത്തിയാക്കി തരൂലേ? പറയൂ ഖദീജ, എന്താ നിനക്ക് പറയാനുള്ളത് പൊന്നുമോളെ? ഖദീജ ബീവി പറഞ്ഞു, റസൂലേ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ റിസാലത്തിന്റെ കൈ കൊണ്ട് എന്നെ കുളിപ്പിക്കണേ റസൂലുള്ളാഹ്. അങ്ങയുടെ കൈ കൊണ്ട് തന്നെ എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കണേ നബിയേ. കഫൻ പുതക്കുമ്പോ, എന്നെ കഫൻ ചെയ്യുന്ന നേരത്ത് നമ്മൾ രണ്ടാളും ജീവിതകാലത്ത് ഒരുമിച്ച് കിടന്ന ആ പുതപ്പില്ലേ, സ്നേഹത്തിന്റെ കഥകൾ പറഞ്ഞു പോയ ആ പുതപ്പ് എന്റെ കഫം പുടവക്കുള്ളിൽ വച്ച് തരണേ നബിയേ. ജീവിതത്തിൽ ഒന്നിച്ച് കിടന്ന പുതപ്പ് ഖദീജ ബീവിയുടെ കഫം പുടവയുടെ ഉള്ളിൽ വെച്ച് നബി തങ്ങളുടെ കൈ കൊണ്ട് നബി തങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെച്ചു ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. നബി തങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോയ സമയമാ പ്രിയപ്പെട്ടവരെ. ഭാര്യയായ ഖദീജ ബീവിയുടെ ഖബർ റെഡിയായി. ആറടി ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിന്നു മഹാനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. വിതുമ്പുന്ന കണ്ണുകളോടെ അവസാനമായി കൊണ്ട് തന്റെ എല്ലാമായ ഭാര്യയെ, തന്റെ മക്കളെയൊക്കെ തന്നെ ഏൽപ്പിച്ചിട്ടിതാ ഖദീജ പോവുകയാണ്. 6 മക്കളെയും മുത്തുനബി തങ്ങളുടെ കൈവെള്ളയിൽ നൽകിയിട്ട് ഖദീജ പോയിരിക്കുന്നു. തന്റെ എല്ലാ ആശ്രയവും അവസാനിച്ചിരിക്കുന്നു. ഖദീജ ബീവിയുടെ വഫാത്ത് അപ്പോഴാ. അബൂ ത്വാലിബ് മരണപ്പെട്ടതിന്റെ 3-ാം ദിവസം. ചരിത്രകാരന്മാർ എഴുതി വെക്കുന്നു, ആമുൽ ഹുസ്ൻ, ദുഃഖവർഷമാണ്.